ഉമ്മച്ചി മാത്രം കേൾക്കും. സുഖം എല്ലാവർക്കും സുഖം സുഖം. സുഖമായിട്ടിരിക്കുന്നു. വെരി ഗുഡ് വെരി ഗുഡ് അൽഹംദുലില്ലാ. അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കാര്യങ്ങളിൽ വന്ന് ചോദിക്കുമ്പോ സുഖം എന്ന് പറയുമ്പോ പോലും ആർക്കാണ് ഉള്ളറിഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് സുഖം എന്ന് പറയാൻ വേണ്ടി പറ്റുക? ആർക്കാ പറ്റുക? പറ്റും മിസ്. പറ്റും. ഏ, പറ്റും. പറ്റും. വെരി ഗുഡ് വെരി ഗുഡ്. മർജാന, ഹന്ന, എല്ലാവർക്കും പറ്റും പറ്റും. എന്ത് പറ്റുമെന്ന് പറഞ്ഞാലും നമുക്ക് നമുക്ക് പലർക്കും ചിലതില് താൽക്കാലിക സന്തോഷം മാത്രം പലതും കണ്ടെത്തുന്ന ആൾക്കാർ. നല്ലൊരു ഫുഡ് ഉണ്ടാക്കി, ഓക്കെ, ഒരു ഫുഡ് ഉണ്ടാക്കി ആർക്കും കൊടുത്ത് വാവ് സൂപ്പർ, ഇതായിരിക്കും നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ആസ് എ വുമൺ എന്ന രീതിയിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, സന്തോഷം തരുന്ന ഒരു കാര്യം അല്ലെ, ഹാപ്പി ആക്കുന്ന ഒരു കാര്യം അല്ലെ, ആണോ? അതെ ആണ്. അതെ. ഒരുപാട് ക്രെഡിറ്റ് കിട്ടുന്നത് ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ അല്ലെ. നല്ല സന്തോഷമുള്ള ആൾക്കാർ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നുണ്ടാവും അല്ലെ. റിയലി സോറി, ഇന്ന് ഞാൻ വേറൊരു സ്ഥലത്താണ്, ഞാൻ സ്ഥിരം ക്ലാസ് എടുക്കുന്ന സ്ഥലത്തല്ല കേട്ടോ, അതുകൊണ്ട് ചെറിയ ഇതൊക്കെ ഉണ്ടാവും. ശരി. അപ്പൊ നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ അതുപോലെ എന്നും ഹാപ്പി ആയിട്ട് സുഖമാണ് എന്ന് പറയാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം. എന്ന് പറയുന്ന പോലെ ജസ്റ്റ് മക്കൾ നല്ലോണം പഠിക്കുമ്പോൾ ഹാപ്പിയാണ്, അത് താൽക്കാലികമാണ്. ഹസ്ബൻഡ് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തെങ്കിലും അടിപൊളി എന്ന് പറയുമ്പോൾ അത് ആ നീ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതും താൽക്കാലികമാണ്. അപ്പൊ കിട്ടുന്ന സന്തോഷം അത്രേ ഉള്ളൂ അല്ലെ. അല്ലെ, നമ്മൾ പൂർണ്ണമായിട്ട് സന്തോഷിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആവണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, അത് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്പർ വൺ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു വീട് ഉണ്ടായിരിക്കണം നമ്മുടെ സ്വന്തമായിട്ട്. ഓക്കെ, തറവാടോ ഉമ്മാടെ ഉപ്പാടെ ഒന്നും അല്ല പറയണേ, സ്വന്തമായിട്ടൊരു വീട് വേണം. രണ്ട്, സ്വന്തമായിട്ടൊരു വണ്ടി വേണം, വാഹനം വേണം. ഓക്കെ, നല്ല കുടുംബമായിരിക്കണം. നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടുംബമുണ്ട്, പക്ഷെ നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്നേഹത്തോടെ സന്തോഷത്തോടെ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കുടുംബം വേണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ഥിര വരുമാനം. സ്ഥിര വരുമാനം ഇത് ഈ കാലത്ത് പറയാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പോരാ, മതിയോ? ഒരാൾക്ക് മാത്രം ജോലിയും വരുമാനം ഉണ്ടായിട്ട് ഇക്കാലം മുന്നോട്ട് പോകും? ഇച്ചിരി പാടാല്ലേ, പാടല്ലേ? അതെ. യെസ്. പോകും പോകും, പക്ഷെ ചില സാഹചര്യങ്ങൾ ഇച്ചിരി സങ്കടമാണ് അല്ലെ, ശരിയല്ലേ? അതെ. ഏ, ഈ പറയുന്ന കുടുംബം നല്ല കുടുംബമായിരിക്കണം, ഹാപ്പി ആയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെയും പലപ്പോഴും നമ്മള് സങ്കടപ്പെടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, കുറച്ചൊന്ന് ബാക്ക് അടിച്ച് പോകുന്നത് ഒക്കെ പലപ്പോഴും ഈ പൈസയുടെ ഇഷ്യൂ വരുമ്പോഴായിരിക്കും. ശരിയല്ലേ? കൊടുക്കാനില്ല, അല്ലെങ്കിൽ വാങ്ങാൻ പറ്റുന്നില്ല, നല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറയുന്നത്, ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്നും ഒരു സങ്കടമാണ്, ഒരു വിഷമമാണ്. ഇനി ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്നു. ഓക്കെ, ഇതൊന്ന് ഇമാജിൻ ചെയ്യാട്ടോ. നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് ഒന്ന് പോവാണ്. ഉപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്, ആങ്ങള അല്ലെങ്കിൽ അനിയത്തി ഒക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് കയറി ചെന്ന് എല്ലാവരോടും സംസാരിച്ച് മിങ്കിൾ ചെയ്ത് ഹാപ്പി ആയിട്ട് വരുമ്പോ, ഇത് ഉപ്പ, എന്റെ വക എന്റെ ഉപ്പാക്ക് 2000 രൂപ ഉപ്പാടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുമ്പോ ആ ഉപ്പാടെ മുഖത്ത് കാണുന്ന ഒരു ചിരി, എന്തായിരിക്കും ഒരു ഫീല്? എന്തായിരിക്കും ഫീല്? അതിന്റെ സന്തോഷം, ആ ഉപ്പടെ കണ്ണൊക്കെ ചിലപ്പോ നിറഞ്ഞു എന്ന് പറയും, എന്റെ മോള് അല്ലെ, അല്ലെ. എനിക്ക് അതെ. പൈസ തരാൻ അത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അവർക്ക് മക്കൾ കൊടുക്കുമ്പോ അത് ഭയങ്കര ഇതാണ്. അതിന് 2 ലക്ഷത്തിനേക്കാളും പവറുണ്ട്. ഓക്കെ, കോളേജിൽ പോകുന്ന അനിയനുണ്ട്. അനിയനോട് പറയടാ, കയ്യിൽ വെച്ചോ, ജസ്റ്റ് നിനക്കൊരു പോക്കറ്റ് മണി കയ്യിലിരിക്കട്ടെ എന്ന് പറയുമ്പോ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അനിയത്തിക്കയുടെ കയ്യിൽ ഇതാ, നിനക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോ, എന്തെങ്കിലും മേക്കപ്പോ എന്താന്ന് വെച്ചാൽ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു 500 രൂപ കൈ കൊടുത്താല് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്ന ഒരു ഹാപ്പിനെസ്, അത് ഭയങ്കര പവറാ അല്ലെ, ഭയങ്കര പവറാ. ഓക്കെ, എന്നാൽ ആ ഒരു പൈസ നിങ്ങൾ സ്വന്തം ഏൺ ചെയ്തതും കൂടി ആണെങ്കിൽ എന്തായിരിക്കും അതിന്റെ സന്തോഷം? അതിന് ഇരട്ടി മധുരം അല്ലേ? പറയൂ. ശരിയാണ്. അതെ. ഉറപ്പായിട്ടും അതെ അല്ലെ. അതെ. അതിനാദ്യം അതെ. എന്ത് വേണം? അതിനാദ്യം എന്ത് വേണം? നല്ലൊരു ജോലി വേണം, അതെ. നല്ലൊരു ജോലി വേണം. ഉം. എന്നാലും നിങ്ങളൊക്കെ പഠനമൊക്കെ കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് വന്ന ആൾക്കാരായിരിക്കും, ഒരു 5, 10, 15 വർഷമൊക്കെ ഗ്യാപ്പ് വന്ന ആൾക്കാരായിരിക്കും ഇതിൽ ഉണ്ടാവുക. എന്നാൽ അതെ. പെട്ടെന്ന് ഒരു ജോലി വേണമെന്നുണ്ട്, വേണം അല്ലെ.
അതെ എന്നാലും എന്തെങ്കിലും തട്ടിക്കൂട്ട് ജോലി പോരാ, അത്യാവശ്യം പോസ്റ്റിലുള്ള ഒരു ജോലി തന്നെ വേണം. പെട്ടെന്ന് ഒരാളോട് പറയുമ്പോൾ നമുക്ക് വാവും, ടീച്ചറാണോ എന്ന് പറയുന്ന ലെവലിൽ ഒരു ജോലിയും വേണമെന്നുണ്ട് അല്ലെ? എങ്കിൽ നിങ്ങൾക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതേത് ഓപ്ഷനാ? MTTC ഓർ PPTTC അല്ലെ? ഏറ്റവും ഈസി ആയിട്ടും ഏറ്റവും സിമ്പിൾ ആയിട്ടും നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് ടീച്ചർ പോസ്റ്റ് അല്ലെ? ഞാൻ പറയുമ്പോ ഇന്ന് നമ്മുടെ താഹിറ മിസ് കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഞാന് എന്റെ ഇപ്പോ ഓൺഗോയിങ് ആയിട്ട് പോകുന്ന ബാച്ചിലേക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടായിരുന്നോ താഹിറ മിസ്സെ? തിരക്കായോണ്ട് കണ്ടോന്ന് അറിയത്തില്ല. എന്റെ അതിന് തൊട്ട് മുന്നേ ഉള്ള ബാച്ചിലുള്ള കുട്ടിയുടെ ഫസ്റ്റ് സാലറി ആണ്. ഫസ്റ്റ് സാലറി ആണ് ആ ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ അത് പഠിപ്പിക്കുന്ന ടീച്ചർ സ്റ്റുഡന്റ് ലൈക്ക് അവർ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡന്റിന്റെ അമ്മക്കാണ് മിസ്സേ. ആണോ? ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ആ അപ്പൊ അവരുടെ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു മീൻസ് ആ ഒരു എന്താ പറയാ സാലറി, ഫസ്റ്റ് സാലറി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സംഭവമായിരിക്കും അല്ലെ? ഭയങ്കര സംഭവമല്ലേ? ഇതുപോലെ എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരുടെ കയ്യിലും വരണ്ടേ? വരണം, കാരണം ഉറപ്പായും വരണം. മാത്രമല്ല പക്ഷെ ഇങ്ങനെ വെറുതെ മീൻസ് ഇപ്പോഴും രണ്ട് മനസ്സിലിരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടിന്യൂ ചെയ്യണം, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇതിന് ബാക്ക് അടിക്കരുത്. കാരണം ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുന്നിലൊക്കെ ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെ പോയിട്ടുണ്ടാവും. പല ആൾക്കാരും ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ കേറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമാണ് നിങ്ങൾ മനസ്സിലാക്കാം. ഇത്ര ഒരു ബെസ്റ്റ് 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 ചൂസ് എന്ന് പറയുന്നത് വേറെ ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ. ഇത് എഴുതി വെച്ചോ, നിങ്ങളുടെ ലൈഫിനെ ഇനി മാറ്റിമറിക്കാൻ പോവാണ്. കാരണം ടീച്ചർ എന്ന് പറയുന്ന ഒരു പദവി ചെറുതൊന്നും അല്ല. അതായത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഡോക്ടർ, ടീച്ചർ, ഇവരുടെ ഒക്കെ ബ്രെയിൻ തന്നെയാണ് നമുക്കും ഉള്ളത്. അവർക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല. രണ്ട് തലയുണ്ടോ? രണ്ട് ബ്രെയിൻ ഉണ്ടോ? ഇല്ല ഇല്ല. ഇല്ല എല്ലാരെയും പോലെ സെയിമാ. പക്ഷെ അതെ. ആ ഒരു ലേബലിനാണ് പേര് അല്ലെ? ആ ഒരു ലേബലിനാണ് പേര് ഡോക്ടർ അല്ലെ? ടീച്ചർ. അവരുടെ അറിവിനും ആ പേരിനുമാണ് എന്തെന്ന് പറയുന്ന പേര്. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ കയറി പോകുമ്പോ ആ അൻസിയ വന്നു, അൻസിയ ഓൺ വിളിക്കലില്ലേ? നോയ്സ് വരുന്നത് ഞാൻ മ്യൂട്ട് ചെയ്യുന്നുണ്ടേ. അയ്യോ ഞാൻ മിസ് മ്യൂട്ടാണ്. മിസ് കേൾക്കുന്നില്ല. ഓക്കെ 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 ഓക്കെ. അതായത് ഇതുവരെ എന്തൊക്കെയാ ഹസ്ബൻഡ് വിളിക്കാനുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരെ ഇനി എന്താ ചോദിക്കാൻ വന്നറിയോ? നിനക്ക് ലീവ് കിട്ടിയായിരുന്നോ? ഓ എങ്ങനെയുണ്ട്, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു, സാലറി ഒക്കെ ഉണ്ടോ, കുറെ സാലറി ഒക്കെ കിട്ടുന്നുണ്ടോ? ഇതായിരിക്കും ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഡിസ്കഷൻ. എല്ലാവരും ഒന്നുകൂടി വേറെ ലെവലിലേക്ക് നിങ്ങളെ കാണാൻ വേണ്ടി തുടങ്ങും. മനസ്സിലായില്ലേ? മനസ്സിലാകുന്നുണ്ടോ? അപ്പോ സ്വന്തമായിട്ട് ഏൺ ചെയ്യുക എന്നുള്ളതാ. പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ദൂരെ നമ്മുടെ ടൗണിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവാം അല്ലെ? MTTC PPT എന്ന് പറഞ്ഞാൽ ടൗണിൽ പോയിട്ടൊക്കെ വണ്ടിയൊക്കെ പിടിച്ച് പോണം. ബസ്സൊക്കെ പിടിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും മടുപ്പ് വരും, ഒന്ന് വീട്ടിൽ നിന്ന് സമ്മതിക്കൂല, അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരുവാണെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തട്ടിത്തെറിപ്പിക്കാന്നുണ്ടെങ്കിലുള്ളൊരു, നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്കാം, നിങ്ങൾ എന്താണ് നഷ്ടപ്പെടുത്തുന്നതെന്നുള്ള കാര്യം അല്ലെ? പണ്ടത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഒരു 3 പേരെ എടുത്തു വിചാരിക്കും. 3 പേരില് ഒരാൾക്ക് എന്തുണ്ടാകത്തുള്ളൂ? ഫോൺ ഉണ്ടാകത്തുള്ളൂ അല്ലെ? എന്നാൽ ഇന്ന് ഒരാളുടെ കയ്യിൽ തന്നെ എത്ര ഫോണാ? 2ഉം 3ഉം ഫോണാണ് അല്ലെ? അല്ലെ? അല്ലേ താഹിറ മിസ്സേ? ആണോ? അതെ, എത്ര ഫോണുണ്ട്? 2 ഫോൺ. വെരി ഗുഡ്. ഇതാ പറഞ്ഞേ, കാലം അത്രയും ഫാസ്റ്റ് ആയിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നേ. ഒന്നും വേണ്ട, പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇനി ഫോൺ എവിടെയെങ്കിലും വെച്ച് മറന്നാലും കുഴപ്പമില്ല, വീട്ടിൽ പോയിട്ട് എടുക്കാം. വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോകുമ്പോ വീട്ടിൽ വെച്ച് പോയിട്ട് കുഴപ്പമില്ല ആയിരിക്കും. പക്ഷെ ഇപ്പോ ആരാ വിളിക്കും? ഓക്കെ, ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, എന്റെ വോയിസ് സ്റ്റക്കാന്ന് പറയണേ. ഓക്കെ, ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്തെടുക്കാൻ മറന്നാലും ഫോൺ എടുക്കാൻ മറക്കൂല. അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയാൽ തിരിച്ചു വരും അല്ലെ? കുറച്ച് മുന്നോട്ട് എത്തിയ ഉടനെ തിരിച്ചു വരും എടുക്കാൻ വേണ്ടിയിട്ട്. സത്യമല്ലേ? അപ്പൊ ഇത്രയും ഫോണിനും ഇതിനൊക്കെ ഇത്രയും അപ്ഡേഷൻ വരുമ്പോ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കോഴ്സ് കൊണ്ട് തരുമ്പോ എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൂടാ? അല്ലെ? അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൂടെ?
എന്തായാലും സൂപ്പർ ചാൻസ് ആണ് നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും കിട്ടുന്ന ചാൻസ് അല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ മൊസിനാന്റെ ഗ്യാങ്ങിൽ എത്ര പേരുണ്ട്? ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? കേൾക്കുന്നുണ്ടോ? ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ എത്ര പേരുണ്ട്? അൺമ്യൂട്ട് ആക്കാൻ പറ്റില്ലേ? എനിക്കറിയില്ല. ഓക്കെ, ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ ഒരു നമ്മൾ 8 പേരുണ്ട്. ഓക്കെ, നമ്മൾ 8 പേരാണ് ഒരു ഗ്യാങ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ 8 പേരില് ഞാൻ മാത്രമാണ് ടീച്ചർ. എനിക്ക് മാത്രമാണ് ആ ഒരു പോസ്റ്റർ കണ്ണിൽ ഉടക്കിയത്. ഞാൻ മാത്രമാണ് അന്ന് ആ കോഴ്സ് എടുത്തത്. അതുകൊണ്ട് 6 വർഷത്തിന് ഇപ്പുറം എനിക്ക് പറയാം എന്ത്, I'm a certified teacher. ടീച്ചേഴ്സിന്റെ ടീച്ചർ. ഓക്കെ, നോട്ട് എ ടീച്ചർ, നോട്ട്. അതായത് ഞാനിപ്പോ നിങ്ങളെ പോലെ ഒരു കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്റെ സാറിന്റെ എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും സാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഭാവിയിൽ എന്താവാനാണ് നിങ്ങളുടെ ആഗ്രഹം? അതേ ക്വസ്റ്റ്യൻ ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ആഗ്രഹം? യൂഷ്വലി എന്തായാലും നിങ്ങൾ എന്താ പറയാ? ടീച്ചർ ആവണം അല്ലെ? ടീച്ചർ ആവണം. വെറും ഒരു ടീച്ചർ ആയാൽ മതിയോ? അല്ലല്ല. അല്ല, ദ ബെസ്റ്റ് ടീച്ചർ ആവണം അല്ലെ? അതാണ് എല്ലാവരുടെയും ഡ്രീം. ഒരു 4 ടീച്ചേഴ്സിനെ ഒരു സ്കൂളിൽ നിന്ന് എടുത്താൽ അതില് മാസ്റ്റർ ആയിരിക്കണം ഈ ഒരു ടീച്ചർ. എന്തൊരു ആവശ്യത്തിനും ഒരു പ്രിൻസിപ്പാൾ പെട്ടെന്ന് അർജന്റായിട്ട് ഒരു ബെസ്റ്റ് ടീച്ചറെ വേണം എന്ന് പറയുമ്പോൾ ഹന്നനെ എടുത്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം അല്ലെ? പിന്നെ രണ്ടാമതൊരു ചിന്തയില്ല, ഫസീല. യെസ്, ഫസീലനെ കൊടുക്കാം. ഒറ്റ മൈൻഡില് ഇതായിരിക്കണം ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത്. മനസ്സിലായോ? പക്ഷേ ഇപ്പൊ നിങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞ ആൻസർ എന്തായിരുന്നു? ടീച്ചർ ആവണം, അല്ലെങ്കിൽ ബെസ്റ്റ് ടീച്ചർ ആവണം, ഗുഡ് ടീച്ചർ ആവണം എന്നൊക്കെയായിരുന്നു. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഗസ് ഉണ്ടോ? ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഗസ് ഉണ്ടോ? ടീച്ചറുടെ ടീച്ചർ. ഓക്കെ, ടീച്ചർ വാക്കൻസി ഉണ്ടോന്ന് ചോദിച്ചു അല്ലെ? കൊള്ളാം. ഓക്കെ, പക്ഷെ എന്റെ ഈ കളിയൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിർത്തും തോന്നുന്നുണ്ടോ നിഷിജ? തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല, നിർത്തിയിട്ടില്ല guys. അതായത് ടീച്ചർ ആവണം. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ പോലെ ഓക്കെ, ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. എനിക്ക് ചെറിയ സ്റ്റക്ക് നിങ്ങളൊക്കെ കാണുമ്പോൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓരോ ആൾക്കാരുടെ പോസ്റ്റ് ഒക്കെ കണ്ടാണ്ടല്ലോ. ചെറുതായിട്ട് ശരി, വോയിസ് ഓക്കെ ആണ് മിസ്സേ? ഉം. ചെറിയ ടൈം വന്ന സ്റ്റക്ക് ആവുന്നുണ്ട് മിസ്സിന്റെ വോയിസ്. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാ കേട്ടാ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, Yes. ആ ഓക്കെ ആണ് മാം. ശരി. അപ്പോ എന്റെ അടുത്ത് ഇങ്ങനെ ഓരോ ആൾക്കാർ ചോദിച്ചു വന്ന്, അപ്പോൾ സാറിന്റെ ഈ ടോക്കിംഗ് സ്റ്റൈല് ഒരു ടീച്ചറിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ, അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കൊള്ളാലോ. എനിക്ക് ജസ്റ്റ് ഒരു എന്താ പറയാ, ടീച്ചർ ആയാൽ പോരാ, അല്ലെങ്കിൽ ബെസ്റ്റ് ടീച്ചർ ആയാൽ പോരാ, ഇതൊന്നും പോരാ. എന്താ വേണ്ടതെന്നറിയോ? എന്താ വേണ്ടതെന്നറിയോ? ടീച്ചേഴ്സിന്റെ ടീച്ചർ ആവണം. ഇപ്പൊ സാറിന്റെ പോസ്റ്റിൽ എനിക്ക് ഇരിക്കണം. എങ്ങനെയുണ്ട് എന്റെ അത്യാഗ്രഹം? അതിമോഹം എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? ചില്ലറക്കാരിയൊന്നും അല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് ജസ്റ്റ് ഒരു ടീച്ചർ ആയാൽ പോരാ, എനിക്ക് എന്താവണം? സാറിനെ പോലെ ടീച്ചേഴ്സിന്റെ ക്ലാസ് എടുക്കുന്ന ടീച്ചർ ആവണം എന്നുള്ള കാര്യം. ഞാനിപ്പോ ആരാ? പറയൂ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയൂ. NCTC-യുടെ പ്രിൻസിപ്പൽ. ടീച്ചേഴ്സ് TTC, PPTTC, MTTC, ATTC തുടങ്ങി എല്ലാ TTCയും ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ എല്ലാ ടീച്ചേഴ്സിനും ഇപ്പോ ഞാൻ ക്ലാസ് കൊടുത്തു തുടങ്ങി. മീൻസ് ഇപ്പോ 6 ഇയേഴ്സ്, 6 വർഷം കംപ്ലീറ്റ് ആവുകയാണ്. അതേസമയം ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ്, ഒരു കാര്യം ഞാനന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല കേട്ടോ. അന്ന് പറഞ്ഞിട്ട് വെറുതെ ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞാല് എനിക്ക് ബെസ്റ്റ് ടീച്ചർ ആവണം, അന്ന് കുറെ ആൾക്കാരെ ലിസ്റ്റ് ഔട്ട് ചെയ്തില്ലേ, അതിൽ പകുതി ആൾക്കാർ ഇപ്പൊ ടീച്ചറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പകുതി ആൾക്കാർ ഇപ്പോ LKG UKG അതുപോലെ 1ാം ക്ലാസ്സിലൊക്കെ ടീച്ചറായിട്ട് നിൽക്കുക. ഓക്കെ, ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുണ്ടാവും.
അതേ സമയത്ത് അവരൊക്കെ നോർമൽ ടീച്ചേഴ്സ് ആയിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അതേപോലെ പകുതി ആൾക്കാർ ഒന്നും ആയിട്ടില്ല, അത് വേറെ കാര്യം. അവരൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോയി, പാതിക്ക് തന്നെ കോഴ്സ് ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോയ ആൾക്കാർ. ഓക്കെ, പക്ഷെ ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇതില് ഇന്ന് നിങ്ങൾ പറഞ്ഞ ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇത് എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. എവിടെയെങ്കിലും എന്ത് ചെയ്യണം? എഴുതി വെക്കുക. ഇന്ന് വെറുതെ പറഞ്ഞല്ലോ, ഇപ്പൊ ബെസ്റ്റ് ടീച്ചർ ആവണമെന്നൊക്കെ പറഞ്ഞില്ലേ ഹന്നമോൾ പറഞ്ഞു. വെറും വാക്കാവരുത്. ബിക്കോസ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവരൊക്കെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 months മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കാരണം എന്താ? ഇവരെ കൂടെ പോയാൽ മതിയോ? ഇവരെ കൂടെ പോയാൽ മതിയോ? പോരാ. എന്റെ ഡ്രീം ഒന്നുകൂടെ മുന്നിലാ, ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് പോണം അല്ലെ. ഞാൻ പ്രാക്ടീസ് ചെയ്ത ടൈം പറഞ്ഞാൽ രാവിലെ 3 മണിക്കൊക്കെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് മീൻസ് എന്റെ ഇതിലുള്ള ക്ലാസ്മേറ്റ്സ് ഉണ്ടാവല്ലേ, അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ ഫ്രീ ആണോ, നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലും പോയി കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് എന്റെ ഫസ്റ്റ് സ്റ്റുഡൻസ് ആരൊക്കെയായിരുന്നു അറിയും? ഞാൻ ക്ലാസ് എടുത്തേ ആരൊക്കെയാണെന്നറിയോ? പറയൂ. ഗസ് ഉണ്ടോ? ഇല്ലേ? ഗസ് ഇല്ലേ? No. എന്തേലൊക്കെ പറ. നമ്മളിങ്ങനെ സംസാരിച്ചപ്പോ ഒരു സെഷൻ അല്ലേ, മീറ്റിംഗ് ഒന്നും അല്ലല്ലോ. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. എന്റെ മിസ്സാണോ? വീട്ടിലെ ചൂല്, എന്റെ വീട്ടിലെ കയ്യില്, എന്റെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ആയിരുന്നു എന്റെ ആദ്യത്തെ സ്റ്റുഡൻസ്. അടിച്ചു വരുമ്പോ ക്ലാസ് എടുക്കും, കറി ഇളക്കുമ്പോ ക്ലാസ് എടുക്കും. ഇങ്ങനെ വന്ന് എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നറിയാം? ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ടേ ചുമ്മാ ഇങ്ങനെ ക്ലാസ് എടുക്കും. ഓക്കെ, അപ്പൊ ഇത് കണ്ട് ഒരു നോർമൽ ആൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? യൂഷ്വലി എന്തായിരിക്കും പറയാ? കിളി പോയതാ, ഇത് കയ്യിൽ നിന്ന് പോയതാ അല്ലെ, കിളി പോയി, വട്ടായി, ഭ്രാന്തായി എന്നൊക്കെ പറയും അല്ലെ. പറയൂലേ? നിങ്ങളാണ് ഇത് കാണുന്നത് പറയൂലേ? ഉറപ്പായിട്ട് പറയും, എന്തായാലും പറയും. അപ്പൊ ഞാനും പലോടത്തുനിന്നും കേട്ടു. എന്ത്? മിതവ് കയ്യിൽ നിന്ന് പോയി, ഓക്കെ, കിളി പോയി, അല്ലെങ്കിൽ വട്ടായി എന്നൊക്കെ കേട്ടു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ഒരു ഡ്രീമിനെ, നിങ്ങളുടെ ഒരു സ്വപ്നത്തെ ഒരാൾ അല്ലെങ്കിൽ ഒരാളെങ്കിലും നിങ്ങൾ വട്ടാണ്, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറയുന്നില്ലെങ്കിൽ ആ ഡ്രീം വളരെ നിസ്സാരമാണ്. മനസ്സിലായോ? നിങ്ങളുടെ ഒരു ഗോളിനെ, നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിനെ ഒരാളെങ്കിലും, നിങ്ങൾ എയിൻസ്റ്റീൻ അത് കണ്ടുപിടിച്ചു, മറ്റേ ഇത് കണ്ടുപിടിച്ചു എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ 100-ാമത്തേലും 300-ാമത്തേലും 1000-ാമത്തെ ട്രൈയിലൊക്കെയാണ് സക്സസ് ആയിട്ടുള്ളത്. അപ്പോഴൊക്കെ ഇവരുടെ പിന്നെന്ന് പറയുന്നത്, നിനക്ക് വട്ടുണ്ടോ, വട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിപ്പോ ജസ്റ്റ് ഒരു LTTC എടുത്ത് PPTC എടുത്തുകൊണ്ട് മാത്രമായില്ല, നന്നായിട്ട് ഫോളോ അപ്പ് കാര്യങ്ങൾ കൊടുക്കുക, നന്നായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ക്യാച്ച് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഓക്കെ, പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി. അതായത് ഇപ്പൊ തന്നെ ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ ഒരു 6 months കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കും. ഇപ്പൊ നിങ്ങളെ ആണെങ്കിലും ഞാൻ വിളിക്കും. ഓക്കെ, ഫസീല, അല്ലെങ്കിൽ അൻസിയ, മർജാന, ഫസീല, മുഹ്സീന, നിഷിജ, ഇവരൊക്കെ ഞാൻ എന്ത് ചെയ്യും? 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കും. ഹലോ, നിങ്ങൾക്കൊക്കെ എന്നെ ഓർമ്മ ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാൻ വിളിക്കും. എന്തിനാ വിളിക്കുന്നേ? ചായ കുടിച്ചോ, സുഖമാണോ എന്നൊക്കെ ചോദിക്കാനാണോ? അല്ല, ജോലി കിട്ടിയോന്നറിയാം. ഏത് സ്കൂളിലാണ് ഇപ്പോ വർക്ക് ചെയ്യുന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, വെറുതെ വിടൂല്ല. കോഴ്സ് എടുത്ത ജോലി എടുപ്പിച്ച് നിങ്ങളെ വിടുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ അല്ലാണ്ട് ചിലരുണ്ടാവും, എന്താ പറയാ, സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ നമ്മുടെ അലമാര തുറക്കുക, മറ്റേ സാധനം ഇരിക്കുന്നുണ്ടല്ലോ അലമാരയില്, ഏതാ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ, എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും കുറെ ആൾക്കാർ പൂജിക്കാൻ. അതിന് തൊട്ട് മേലെ കൊണ്ടുവെക്കും സർട്ടിഫിക്കറ്റ്. നടക്കൂല, വിടൂല, പറഞ്ഞാൽ വിടൂല. ഓക്കെ, ഉറപ്പായിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തിരിക്കണം, ജോലി ചെയ്തിരിക്കണം, ഒരു സെക്കൻഡ് പോലും വെറുതെ നിൽക്കാൻ സമ്മതിക്കൂല. ഓക്കെ, നിങ്ങൾക്ക് CV പോലും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ജോലിയിൽ എങ്ങനെ കയറണം തുടങ്ങി A to Z നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് A to Z നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് പോലും നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്.
ഓക്കെ, നമ്മുടെ ഉദ്ദേശം എന്താണെന്നറിയോ? ഓക്കെ, അയാദ്യയുടെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ NSTC ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ജോലിക്ക് ഒരു 4 ടീച്ചേഴ്സ് എന്താ ഹയറിങ്ങിന് വേണ്ടി പോവാം. ഓക്കെ, ആരെങ്കിലും ഒരാൾ അവർ ഇന്റർവ്യൂ ചെയ്ത് എടുക്കുമല്ലോ. ഈ 4 കുട്ടികളില് എവിടുന്ന എടുത്ത് എവിടുന്ന സബ്ജക്ട് എവിടുന്നാണ് ഈ കോഴ്സ് എടുത്ത് ചോദിക്കുമ്പോൾ NSTC എന്ന് പറയുമ്പോൾ കേറി പോര് എന്ന് പറയുന്ന ലെവലിലേക്ക് വരണം നമ്മുടെ കുട്ടികൾ. ഇതാണ് നമ്മുടെ ഒരു എയിം. നമുക്കുണ്ടാവില്ല ഒരു എയിം, ഓരോ കമ്പനിക്കും ഉണ്ടാവില്ല. ഇതായിരിക്കണം നമ്മുടെ പേർപ്പസ്, ഇതാ നമ്മുടെ ഉദ്ദേശം. അപ്പൊ ആ ലെവലിലേക്ക് നിങ്ങളെ ആക്കിയെടുക്കാന്ന് പറയുമ്പോ നിങ്ങളെക്കാൾ ഉത്തരവാദിത്തം ആർക്കാ? നിങ്ങൾ തന്നെ പറ, ആർക്കാ? നമുക്കാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോ നിങ്ങളുടെ ട്രെയിനറാ. ഓക്കെ, നിങ്ങളുടെ സബ്ജക്ട് ട്രെയിനർ ആണ് ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് ഒരാളിൽ എന്താണ് മെന്റർ, എന്താണ് ട്രെയിനർ പറയാൻ വേണ്ടി പറ്റും? എന്താണ് മെന്റർ, എന്താണ് ട്രെയിനർ? അറിയില്ല, പറഞ്ഞു തരാം, പേടിക്കണ്ടേ. നിങ്ങൾക്ക് ടെൻഷൻ ഒന്നും ആവണ്ടേ. ഈ മിസ് എന്ത് ചോദിച്ചാലും ആൻസർ ഇല്ലല്ലോ, ഫസ്റ്റ് തന്നെ വലിയ ഇതൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ ഒന്നും ഇല്ലല്ലോ എന്നൊന്നും പേടിക്കണ്ട. അതൊക്കെ അങ്ങനെ തന്നെ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അടിയായിരിക്കും ഉത്തരം പറയാനായിട്ട്. ശരി, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു മെന്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഡെഫിനിഷൻ പറയുന്നതിനേക്കാൾ നല്ലത് ഒരു എക്സാമ്പിൾ ത്രൂ പറഞ്ഞു തരട്ടെ. ഓക്കെ, ഫൈൻ. അതായത് ഒരു ഒരു വണ്ടിയോട് ഉപമിക്കുകയാണ് നിങ്ങളെ. പ്രശ്നമൊന്നുമില്ലല്ലോ? നോ പ്രോബ്ലം. ഓക്കെ, ഒരു വണ്ടി, ഒരു കാർ പറയണം. ഓക്കെ, സ്റ്റക്കാണ് പറയണം. അതായത് ഒരു കാർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ എനിക്ക് ഇടയ്ക്ക് സ്റ്റക്കാവുന്നുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണോ? വോയിസ് ഓക്കെ ആണോ മിസ്സേ? ഓക്കെ. ഓക്കെ ഓക്കെ, അതായത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനം അതാണ് നിങ്ങൾ കേട്ടാ. പെട്ടെന്ന് എന്താണ് ബ്രേക്ക് ഡൗൺ ആവാണ്, വണ്ടി മുന്നോട്ടേക്ക് പോകുന്നില്ല, സ്റ്റക്കായി കിടക്കുക. ഓക്കെ, നിങ്ങൾ സൈഡിലേക്ക് മാറ്റിയിട്ടേക്കാണ് കേട്ടാ. അതുവഴി ഒരു മെന്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതുവഴി ഒരു മെന്റർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹന്ന മാത്രമാണ് എനിക്ക് ഇവിടെ അനങ്ങുന്നത്. കേൾക്കാലോ ഹന്ന? കേൾക്കാം. കേൾക്കാം. ഓക്കെ, ശരി ശരി ശരി. അപ്പൊ എന്താ വെച്ചാല് ഓക്കെ, ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു മെന്റർ ആണ് വന്നതെന്നുണ്ടെങ്കിൽ വന്നിട്ട് എന്ത് ചെയ്തരും? നീ ആ ഒന്ന് ചാവി ഒന്ന് തിരിച്ചു നോക്ക്, ആ ഒരു ഇതൊന്ന് തുറന്നു നോക്ക്, ബോണറ്റ് ഒന്ന് തുറക്ക്, അവിടെ ഇത് മറ്റേ വെള്ളം ഒഴിച്ചു നോക്ക്, അങ്ങനെ ചെയ്യും. യൂട്യൂബ് എടുത്ത് നോക്കിക്കേ, ചിലപ്പോ എന്തെങ്കിലും കാണാതിരിക്കില്ല, നീ നോക്ക്, സെറ്റ് ആവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് പറയും? ഓക്കെ, ഇനി വിട്ടോ, സ്റ്റാർട്ട് ചെയ്ത് വിട്ടോ, സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അങ്ങ് പോകും. ഓക്കെ, കാർ ഇവിടെ റെഡിയായി, സെറ്റായി. ഓക്കെ, എത്തി അല്ലെ? ശരിയായി. ഇനി അവിടെ ഒരു ട്രെയിനർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ വ്യത്യാസമാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടാ. ട്രെയിനർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആളുടെ അടുത്ത് പറയും, വെയിറ്റ്, ടെൻഷൻ ആവേണ്ട, കുറച്ചിങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. അല്ലെ? ആ ചെറിയൊരു സ്പാറ്ററിങ് എടുത്തേ എന്ന് പറയുന്ന പോലെ ഇവരെന്ത് ചെയ്യും? ഇത് മൊത്തവും സെറ്റാക്കി അടിപൊളിയാക്കി വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആക്കിയിട്ട് ലാസ്റ്റ് നിങ്ങളുടെ ഒരു കാര്യം കൂടി പറയും. റെഡിയായി, കാർ റെഡിയായി, നീ വിട്ടോ, പിന്നാലെ ഞാനുണ്ട്, അവിടെ എത്തും വരെ ഞാൻ ഉണ്ടാകും, അഥവാ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയാലോ. ഓക്കെ, മനസ്സിലായോ? കത്തുന്നുണ്ടോ? കത്തി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ട്രെയിനറും മെന്ററും. ഇവിടെ ഞാൻ ആരാ? നിങ്ങളുടെ ട്രെയിനർ ആണ്. നിങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നമ്മൾ എല്ലാവരും ഉണ്ടാകും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടാ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഥ ഞാൻ എന്റെ എല്ലാ സ്റ്റുഡൻസിനും സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. കേൾക്കണോ? ഇഷ്ടമാണോ കഥ കേൾക്കാനായിട്ട്? അതെ. ഇഷ്ടമാണ്. അതെ, എന്റെ കഥ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. എന്റെ കഥ എന്ന് പറയുന്നത് സ്പെഷ്യൽ, ഒന്നുകൂടി നല്ലോണം ആലോചിക്കാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് കത്തത്തുള്ളൂ. ഓക്കെ ഓക്കെ, രണ്ട് ഫ്രണ്ട്സ്, ഒരു പാവപ്പെട്ട ഒരു ഫ്രണ്ട്. പാവപ്പെട്ട മീൻസ് ഇങ്ങനെ ജീവിതം തള്ളി നീക്കാൻ കുറച്ചൊക്കെ പാടുപെടുന്ന ഒരു ഫ്രണ്ട്സ്. 70, 12, 43, 30. ഒരു മിനിറ്റ്, ഒരു കോള്. ഓക്കെ, രണ്ട് ഫ്രണ്ട്സ് ഓക്കെ, അതായത് രണ്ട് ഫ്രണ്ട്സ് കേട്ടോ. ഒരാൾ എങ്ങനെയെങ്കിലും ഒക്കെ ലൈഫ് പച്ച പിടിപ്പിക്കാൻ കഷ്ടപ്പെടുക, അതിലൊരാള്. മറ്റേയാളോ? മറ്റേയാള് വന്നിട്ട് ലൈഫിൽ സക്സസ് ആയി, ഒരുപാട് പൈസ ഉണ്ട്, നല്ല ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു, ഫുൾ റീച്ച്. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാ, ഒരുമിച്ച് വളർന്നതാ, അങ്ങനെയൊക്കെ വന്ന ആൾക്കാരാ കേട്ടാ. ഇവർ നടന്നു പോകുമ്പോൾ
ആവുമ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമല്ലോ, ഫ്രണ്ട്സ് ആവുമ്പോ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ ഈ കുറച്ച് കഷ്ടപ്പെടുന്ന ഫ്രണ്ട് ചോദിക്കുവാണേ ഈ മറ്റേ ആളെടുത്ത്, നിന്റെ ഒക്കെ ഒരു ഭാഗ്യം, നിന്റെ ഒരു ലക്ക് അല്ലെ, നിന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കിയേ, നമ്മൾ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് വളർന്ന്, പക്ഷെ നീ ഇപ്പൊ എവിടെ, ഞാനിപ്പോ എവിടെ, അല്ലെ, നിന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കിയെന്ന് പറഞ്ഞു. ഓക്കെ. അതേ സമയത്ത് മറ്റേ ഈ കേട്ടിരുന്ന അവൻ പറഞ്ഞു, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ആക്ച്വലി ഭാഗ്യം എന്താണെന്നറിയൂ? ഈ ഭാഗ്യം എന്ന് പറഞ്ഞ എന്താ സംഭവം എന്നറിയും? ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോ തന്ന പോലെ ഒരു തൊട്ടില്ല എന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ. ഈ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ജീവിതത്തിലും ഒരൊറ്റ തവണ ഒരു ഭാഗ്യദേവത നമ്മുടെ തലയുടെ മേൽ കൂടെ പോകും. നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടാ. ഓക്കെ. ഒരു ഭാഗ്യദേവത തലയുടെ മേൽപോട്ട പോകും, പറക്കും. ഓക്കെ. ഇതിനെ ഒറ്റ തവണയെ പോകത്തുള്ളൂ ലൈഫിൽ. ഓക്കെ, ഒറ്റ തവണയെ പോകത്തുള്ളൂ. ഇതിനെ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് കേറി പിടിക്കുന്നവൻ ആരാണോ അവനാണ് സക്സസ് ആവുക ലൈഫിൽ. എന്നെ പോലെയൊക്കെ സക്സസ് ആവുക എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കേട്ടിട്ട്? എന്ത് തോന്നുന്നു? ഒരിക്കൽ വരുള്ളൂ, ഭാഗ്യം വരുള്ളൂ, അത് അപ്പം പിടിക്കുന്നവനാണ് സക്സസ് ആവുക എന്ന് പറഞ്ഞു. പക്ഷെ മറ്റോ വിട്ടുകൊടുത്തില്ല കേട്ടോ. നിങ്ങളെ പോലൊക്കെ ഒരാളാ തോന്നുന്നുണ്ട്. ആള് ചോദിച്ചു ചിരിച്ചോണ്ട് പറഞ്ഞേ, എടാ അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ തവണയെ വരുള്ളൂ. ഇത് ആ ടൈം അനുസരിച്ച് പിടിക്കാനൊരു ഭാഗ്യം വേണ്ടേ? അല്ലെ, ആ കറക്റ്റ് ടൈമിന് പിടിക്കാനൊരു ഭാഗ്യം വേണ്ടേ? ആ വേണം. അത് നിനക്കുണ്ടല്ലോ എന്ന് ചോദിച്ചു. മറ്റൊന്നും വിട്ടുകൊടുത്തില്ല. അവൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇതാണ് നീ ഒന്നും ഒരിക്കലും പച്ച പിടിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആരും പച്ച പിടിക്കാത്ത. എന്താന്ന് വെച്ചാല് ഇത് എപ്പോ വരും എന്ന് നോക്കിയിട്ട് ആ കറക്റ്റ് ടൈമിന് പിടിക്കാൻ വേണ്ടി നിൽക്കും. ഓക്കെ, വരുന്ന സമയത്ത് പിടിക്കാം എന്ന് കരുതി നിൽക്കും. അതേസമയം എന്നെ പോലുള്ള ആൾക്കാര് ഇത് വരും ഉറപ്പാ, അതിന് പിടിക്കാൻ വേണ്ടി ഡെയിലി ചാടിക്കൊണ്ടിരിക്കും, ഓരോ സെക്കൻഡിലും ചാടിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ടുള്ള സാരം ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? സക്സസ് ആവാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേയിരിക്കും. ചിലര് എന്നെ തേടി വരട്ടെ, സക്സസ് എന്നെ തേടി വരട്ടെ എന്ന് പറഞ്ഞ് ആ കറക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കും. മനസ്സിലായോ? കത്തിയിട്ടുണ്ടെങ്കിൽ കത്തിട്ടോ. ഭയങ്കര പവർ ഉള്ള ഒരു സ്റ്റോറിയാ. എനിക്ക് എന്റെ ലൈഫിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാ. ഓക്കെ. അപ്പൊ ഇതുപോലെ ഏതൊരു ലക്കിന്റെ പുറത്തും എന്തുകൂടി കൂട്ടി എഴുതണം? ഉറപ്പായിട്ടും എഫേർട്ട് കൂടെ എഴുതണം. ഒരിക്കലും ഒരു ലക്ക് പുറമേ കാണുന്നവൻ ആ ലാസ്റ്റ് ലുക്ക്. ഇപ്പൊ തന്നെ ഞാൻ 6 വർഷം കഴിഞ്ഞിട്ട് ഇതാവുമ്പോ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും, ഷാനു നിന്നെ പോലെ എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ എന്റെ ഭാഗ്യം തന്നെ, എനിക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ പോരെ, പൈസ ഉണ്ടാക്കിക്കൂടെ, അതാക്കിയ പോലെ, ഇങ്ങനെ ആക്കിയ പോലെ, ഭയങ്കര സിമ്പിൾ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് 1 മണിക്കൂർ ക്ലാസ് എടുത്ത് അങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്ന ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ. പക്ഷെ ഈ 6 വർഷത്തെ എന്റെ എഫേർട്ട് ആരും അറിയുന്നില്ല. ഞാൻ ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടിട്ട് എടുത്ത ഒരുപാട് എഫേർട്ട് ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു ലക്കിനെയും എഫേർട്ട്, നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് എന്താ? അതുപോലെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് അതായത് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും PPTC കഴിഞ്ഞാൽ കഴിഞ്ഞു. അതേ സമയത്ത് നിങ്ങൾ അതിന്റെ കൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട കുറെ കാര്യമുണ്ട്. നോർമൽ ടീച്ചർ ആവാനാണെങ്കിൽ അത് മതി. അതിന് പുറമെ നമുക്ക് എന്തൊക്കെ കിട്ടണം? നല്ല ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ടെങ്കിൽ, ഇപ്പൊ 2 ടീച്ചർ ഉണ്ട്, ഒരാൾക്ക് നല്ല ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ട്, മറ്റാൾക്ക് അത്ര പോലെ നോർമൽ ആണ്. ഇവർക്ക് പെട്ടെന്ന് ഒരു പോസ്റ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആരെ എടുക്കും? 2 ആൾക്കും PPTC ഉണ്ട്, 2 പേർക്കും FTTC ഉണ്ട്, ആരെ എടുക്കും? ലാംഗ്വേജ് ഉള്ള നോ പ്രോബ്ലം, സോറി, നോ ഡൗട്ട്. അതായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് എന്തൊക്കെയോ സൗണ്ട് ആയിട്ട് എന്റെ എന്തൊക്കെയോ മൈൻഡ് വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. എങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഐ എം സോറി. എനിവേ, പറഞ്ഞു വന്നത്, നിങ്ങൾ നിങ്ങളെ ഷാർപ്പൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ നിങ്ങളെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ടീച്ചർ ആവണം, ആവും. നിങ്ങളൊരു നോർമൽ ടീച്ചർ എന്തായാലും ആവും. അത് പോരാ, അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. മുന്നോട്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ കൂട്ടി കൊണ്ടുവന്ന് ദ ബെസ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ മാറ്റണം. നിങ്ങളുടെ ബെസ്റ്റ് വേർഷനിലേക്ക് എത്തും വരെ നിങ്ങൾ വളർത്തിക്കൊണ്ടേയിരിക്കണം. അതിന് ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. അതായത് ഇപ്പൊ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് വരേണ്ടി വരും. അന്ന് ഞാനൊക്കെ നിങ്ങളുടെ സമയത്ത് പഠിക്കണ സമയത്തില്ലേ, നിങ്ങളെ പോലെ MTTC ഇതൊക്കെ പഠിക്കണ സമയത്ത് എന്റെ മാനേജേഴ്സ് വന്നിട്ട് ചോദിക്കും, ഇന്നൊരു ഫ്രീ സെഷൻ കൊടുക്കാനുണ്ട്. ഓക്കെ, ഫ്രീ സെഷൻ കൊടുക്കാനുണ്ട്, ആരാണ് വരിക എന്ന് ചോദിക്കും. ഓക്കെ, ആരാണ് വരിക? അപ്പൊ ഇവരൊക്കെ പറയും, ഭ്രാന്തുണ്ടോ, വെറുതെ പൈസ ഇട്ടാണ്ട് വെറുതെ തൊണ്ട പൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ, ഇങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുക നോർമലായിട്ട്. വെറുതെ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറയും.
അല്ലെ? 1000 ആൾക്കാർക്കാണ് സെഷൻ, ആർക്കെങ്കിലും പറ്റുമോ? പിന്നെ ഒരു പേടി ഉണ്ടാവും, അയ്യോ വേണ്ട വേണ്ട, ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവും, ഫ്രീ ആയിട്ട് കൊടുക്കണം, അത് ഇത്ര ടെൻഷൻ എടുക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സെഷൻ ഒന്ന് വന്നാലും ഞാൻ വെറുതെ വിടൂല, വെറുതെ വിടത്തില്ല. ബിക്കോസ് ഞാൻ ഇന്ന് ചോദിക്കട്ടെ, ഇന്നലെ തന്നെ 1000 ആൾക്കാർക്കാണ് ഞാൻ സെഷൻ കൊടുത്തിട്ടുള്ളത്. 1000 ആൾക്കാർക്ക് ഞാൻ സെഷൻ കൊടുക്കുന്നുണ്ട് ഇപ്പൊ. ആഴ്ചയിൽ ഒരു ക്ലാസ് എനിക്ക് അങ്ങനെ വരും. ഇപ്പൊ ഈ ഇരിക്കുന്ന എത്ര പേരുണ്ട്? ഇതിലിപ്പോ ഒരു 17, എന്നെ അടക്കം 18 പേരുണ്ട്. ഈ 18 പേർക്ക് എന്നെ ഇപ്പൊ അറിയാം. എന്റെ പേരെന്താ? ഷഹാന ജാബിർ. ഞാൻ നിങ്ങളുടെ ഇന്നതാണ് അന്നതാണ് അതൊക്കെ അറിയാം. പക്ഷെ എനിക്കിതിൽ എത്ര പേരറിയാം? എനിക്കിതിൽ എത്ര പേരറിയാം? ആരെയും വലിയ കാര്യമായിട്ട് അറിയത്തില്ല. ഇതിലെനിക്ക് താഹിറ മിസ്സിന് ചിലപ്പോ അത്യാവശ്യം അറിയായിരിക്കും. ഓക്കെ, ഇപ്പൊ പരിചയമായതാ ഈ കുറച്ച് മാസങ്ങളായിട്ട്, അല്ലെ? നമ്മളിപ്പോ നല്ല കോംബോ ആണ്. അതേ സമയത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് എത്ര പേരെ അറിയാം എന്നതിലല്ല കാര്യം, അല്ലെ? എനിക്ക് ഈ ലോകത്ത് എത്ര പേരെ അറിയാം എന്നതിലല്ല കാര്യം, എന്നെ എത്ര പേർക്ക് അറിയാം, ഇതിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അന്ന് ഞാൻ എടുത്ത ആ ഒരു സാക്രിഫൈസ്, അല്ലെ? അതുകൊണ്ട് ഇന്ന് എനിക്ക് എന്താ, ഇതുപോലെ ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്, പോകുന്നിടത്തൊക്കെ ഷാന മിസ് അല്ലേ എന്ന് ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ അന്ന് അവിടെ മാറി നിന്ന ആൾക്കാർക്കൊന്നും ഇന്നും എന്റെ ഈ ലെവലിലേക്ക് എത്താൻ പറ്റില്ല, സത്യമായിട്ട് തന്നെ പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് ചിലപ്പോൾ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. പക്ഷെ ഒരു ലാസ്റ്റ് ഒരു സാധനമുണ്ട്, ഇതിന്റെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പാർട്ടിലേക്ക് നിങ്ങൾ എത്താനുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളൊക്കെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് വളരട്ടെ, ഏറ്റവും അടിപൊളിയായിട്ട് സക്സസ് ആവട്ടെ, ക്ലാസ്സിൽ നല്ല രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ല മാർക്കോടെ വിജയിക്കട്ടെ. അപ്പൊ ഈ ഒരു സെഷൻ ഞാനൊരു മോട്ടിവേഷൻ സെഷൻ പോലെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് എത്രത്തോളം മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് അറിയിക്കേണ്ടത്. ഇപ്പൊ രണ്ടുപേരെങ്കിലും വാക്കിലൂടെ പറയാ, ബാക്കിയുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കുക. എനിവേ, ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ ത്രൂ ഔട്ട് ഈ ഒരു കോഴ്സിൽ ഞാൻ നിങ്ങളുടെ ഒരു മെയിൻ പാർട്ടായിട്ട് ഞാനും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു ഹെഡ് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒരു ടെൻഷനും വേണ്ട, ഒരുമിച്ച് നമുക്ക് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, പറഞ്ഞോളൂ, എന്ത് തോന്നുന്നു ഇന്നത്തെ സെഷൻ കേട്ട് കഴിഞ്ഞപ്പോ? മിസ്സിന്റെ ക്ലാസ് മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലോണം തന്നെ മനസ്സിലായിട്ടുണ്ട്. ആഹാ, എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ്. ഇതിൽ ജോയിൻ ചെയ്ത് നമ്മള് മിസ് പറഞ്ഞ പോലെ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റുന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ട്. വെരി ഗുഡ്, പവർഫുൾ, ബ്യൂട്ടിഫുൾ, സൂപ്പർ. ദെൻ ഇനി ആർക്കെങ്കിലും പറയാനോ? ഓക്കെ, മാഷാഅല്ലാ, നല്ല അടിപൊളിയായിട്ട്, നല്ല മോട്ടിവേറ്റ് ആയി. കാരണം ഞാൻ പല കോഴ്സുകളും എടുത്തിട്ട് പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാറാണ്. ഇപ്പൊ ഞാൻ അബുദാബിയിലാണ്. ഇവിടെ ചെറിയ KG LKG അതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഓ ഗ്രേറ്റ്. അതെ, അത് സൂപ്പർ. മോണ്ടിസോറി ഇതൊന്നും എടുത്തിട്ടല്ല, ഞാൻ നാട്ടിലെ സഹറത്തുൽ ഖുർആന് ചെറിയൊരു കോഴ്സ് എടുത്തിട്ടാണ്. ഇപ്പൊ ഈ ഒരു കോഴ്സ് കേട്ടത് നിർബന്ധമായിട്ട് കംപ്ലീറ്റ് ആക്കണം, നല്ല ഉയരങ്ങളിൽ എത്തണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാ. യെസ്, ഉറപ്പായിട്ട് പറ്റും. കയറി പറ്റിയല്ലോ, ഇനി എന്തായാലും അങ്ങ് ഹൈയിലേക്ക് പോകട്ടോ, ഒരു ടെൻഷനും വേണ്ട. അപ്പോ ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടാ. ഉണ്ടോ? വേണ്ട? ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ മിസ്സിന്റെ ക്ലാസ് കേട്ടേരം ഒരുപാട് ഭയങ്കര താല്പര്യം. എന്തായാലും ഇൻഷാല്ലാ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ വർക്ക് ചെയ്യണം എന്നുള്ള നല്ലൊരു കോൺഫിഡൻസ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്തായാലും നിങ്ങളുടെ കൂടെ കട്ടക്ക് ഞാനും എന്റെ ടീമും ഉണ്ടാകും. ഇനി നിങ്ങളുടെ മുന്നിൽ ഒരു തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒന്നെങ്കിൽ ആവശ്യമില്ല, ഒക്കെ വായിച്ചിട്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യൂ എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് മാം. ക്ലീൻ ആയിരിക്കണം. യെസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആണോടാ? മോർണിംഗ് ആയിട്ടുള്ളൂ. സോറി, ഞാൻ ഗുഡ് സമയം ഈവനിങ്. ഞാൻ നോക്കുന്നു. പെട്ടെന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നതാ വൈകിയത്. ഫസ്റ്റ് മുതലേ വന്നേ. ഒരുപാട് നേരമായി മാം ക്ലാസ് തുടങ്ങിയിട്ട്? കുറച്ച് ടൈമായി. ഇത് നമ്മുടെ ജാസ്മിൻ കുട്ടിയാണല്ലോ. ശരി ശരി ശരി, പറഞ്ഞു. ജാസ്മിനാണ്. റെക്കോർഡ് ഉണ്ടല്ലോ മിസ് ഈ ക്ലാസ്സിന്റെ? യെസ് യെസ് ഉണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ അറിയില്ല, നമ്മുടെ പിള്ളേർ ഇവിടെ ഉണ്ട്. ശരി ശരി. പുതിയ ആൾക്കാരാണ് ഇവര്.
പുതുതായിട്ട് MTTC TTC എടുക്കാൻ വന്നവരാണ്. അവർക്ക് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ. അതെ. ക്ലാസ് ഷെയർ ചെയ്താൽ മതിയല്ലേ മാം? ഓ കഴിഞ്ഞടാ, നീ പറഞ്ഞോ എന്താണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പുതുതായിട്ട് വരുന്നവർക്ക് അറിയാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തി കേട്ടോ. ഓക്കെ, ഞാനിപ്പോ ഈ കോഴ്സിൽ ഞാൻ ജൂണിൽ സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പൊ അറിയാലോ ഡിസംബർ വരെ ഇപ്പൊ ഞങ്ങൾ ട്രെയിനിങ് പോകുവാണ്. അപ്പൊ ഞാൻ 10 ഇയേഴ്സിന് ശേഷം ഈ ഒരു ഇതിൽ ചൂസ് എനിക്ക് ഉറപ്പാണ് ഇതിലുള്ള ഒരുപാട് പേരും കുറെ ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും വന്നത്. ഒരുപാട് ടെൻഷൻ കാണും. ഓഫ് കോഴ്സ് ഇത് പഠിക്കാൻ പറ്റുമോ, പഴയ കണക്ക് ടച്ച് വിട്ടു പോയി ഒരുപാട് സമയം എടുക്കുവോ, ഒരുപാട് ഈ സെയിം ടെൻഷൻസ് എനിക്കുണ്ടായിരുന്നു. ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ ട്യൂട്ടർമാർ സൂപ്പറാണ്. പഠിക്കാത്ത പിള്ളേരെ വരെ പഠിപ്പിച്ചെടുക്കുന്ന ഞാൻ മിസ്സിനെ ഇരുത്തിക്കൊണ്ട് പറയുമല്ല. കാരണം നമുക്ക് നോട്ട് ഫുൾ സപ്പോർട്ടാണ്. എന്ത് വേണമെങ്കിലും ചോദിക്കാം. എല്ലാത്തിനും വെവ്വേറെ ഗ്രൂപ്പ് ഉണ്ട്. എപ്പോഴും നമുക്കത് ഓപ്പൺ ആയിരിക്കും. അപ്പം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ചോദിക്കാം. അവര് ബിസി സ്കെഡ്യൂൾ ആണെങ്കിൽ പോലും അവർ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ തന്നിരിക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളെല്ലാം പഠിപ്പിക്കും. അതായത് ജസ്റ്റ് നമ്മൾക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. മീൻസ് ട്യൂഷനൊക്കെ എടുക്കുന്ന ആള്, അല്ലാതെ വലിയ പ്രൊഫഷണലി ഒന്നും പോയിട്ടില്ല. പക്ഷേ അത്യാവശ്യം ടീച്ചിങ് എബിലിറ്റി ഉള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ ഈ മോണ്ടിസോറി കയറിയതിനു ശേഷം ഷാന മാം തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ ശ്രമിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കിട്ടിയ പല ആളുകളും ഉണ്ട്. നുസ്രത്ത് മാം ഇത് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ സത്യത്തിൽ ഈ മോണ്ടിസോറി കയറി ഈ അതിൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ കയറാം, അല്ലെങ്കിൽ ഈ ഡിഗ്രി കഴിഞ്ഞ് വർക്ക് തുടങ്ങാം, ചോദിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് തുടങ്ങാന്ന് ചോദിച്ചു. പിന്നെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു. മോണ്ടിസോറി ഈ കോഴ്സിന് കയറി നെക്സ്റ്റ് മന്ത് എനിക്ക് ഓൺലൈൻ ടീച്ചറായിട്ട് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി കിട്ടി. അത് തന്നെ ഈ മിസ്സുമാരുടെ ഒരു ക്രെഡിറ്റ് ആണ്. ഇവരാ മോട്ടിവേഷൻ തന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അതിന് പോത്തില്ല. അത് വേറൊരു കാര്യം. ഞാനിതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ഇത് തീർന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ചു. മനസ്സിലായോ? അവിടെ തന്നെ ഞാൻ ഇവർക്ക് ഐ എം വെരി വെരി താങ്ക്ഫുൾ ടു ദം. പിന്നെ ഈ ഒരു ജോലി കയറിയപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇത് സംഭവം എളുപ്പമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴാണ് എനിക്ക് വേറെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലായത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ് നിങ്ങൾ കേൾക്കുക. ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ലൈവ് അറ്റൻഡ് ചെയ്താൽ അത്രത്തോളം നല്ലത്. ഈ റെക്കോർഡ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം കോൺസെൻട്രേഷൻ കിട്ടത്തില്ല. എന്നെ സംബന്ധിച്ച് അത് മാത്രമല്ല, റെക്കോർഡ് എന്ന് വെച്ചാൽ ആഴ്ച ഇത്ര ക്ലാസ് പോകും. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകും തോറും ഈ MTTC-കാരിൻ്റെ അടുത്തുണ്ടെങ്കിൽ അവർക്ക് സബ്ജക്ട്സ് കൂടുതലാണ്. ഇപ്പൊ റെക്കോർഡ് കേൾക്കുക എന്ന് വെച്ചാൽ ഒരു ഡിഫിക്കൽട്ട് കാര്യമാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് പയ്യെ പയ്യെ പ്രൊജക്ട്സുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം ചില പ്രോജക്ട്സ് നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, നമ്മൾ ടീച്ചർ ആവാൻ വന്നതല്ലേ എന്ന് പറയും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പൊ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഇതൊക്കെ ആവശ്യം വരും. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഉളപ്പി ചെയ്യാതെ മാക്സിമം മിസ്സുമാരെ ക്രെഡിറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്തു വെച്ചാൽ നാളെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ഉപകരിക്കും. ഇപ്പൊ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. ഞങ്ങൾ ട്രെയിനിങ് പീരീഡ് നടക്കുവാണ്. അതായത് നമുക്ക് ഈ ഒരു മോണ്ടിസോറി നിങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്തപ്പോഴേ പറഞ്ഞതാണ്, ഡിസംബറിൽ നിങ്ങൾക്ക് ട്രെയിനിങ് പുറത്ത് പോയി സ്കൂളിൽ 15 ദിവസം ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അത് പറ്റാത്തവർക്ക് ഓൺലൈനിൽ നമുക്ക് കുട്ടികളെ തരും ട്രെയിൻ. അപ്പം ഈ ട്രെയിനിങ്ങിന് പോയപ്പം ഞങ്ങൾ ഈ മിസ്സുമാർ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ പ്രൊജക്റ്റ് ആണ് ഞങ്ങൾ യൂസ് ചെയ്ത് പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതിന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രൊജക്റ്റ് നിങ്ങളോട് ചുമ്മാ ചെയ്യിക്കുന്നതല്ല. അപ്പൊ പ്രൊജക്റ്റും ആണെങ്കിലും എന്ത് മിസ്സുമാർ വരുന്ന വർക്കാണെങ്കിലും മാക്സിമം ലേറ്റ് ഇപ്പം നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും അല്ലേ. കൊച്ചുമക്കളുള്ളവർ കാണും ഇല്ലേ, പല പല സാഹചര്യം. അപ്പം ഡെയിലി റെക്കോർഡ് കേൾക്കാൻ പറ്റാത്തവർ കാണും. അപ്പം കുഴപ്പമില്ല, മാക്സിമം ട്രൈ ചെയ്യുക. മിസ്സുമാരങ്ങനെ ഭയങ്കര റൂഡൊന്നും അല്ല, നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടീവ് ആണ്. ഇച്ചിരി ലേറ്റ് ആയാലും നല്ല രീതിയിൽ ചെയ്തിട്ട് അവർ ഉറപ്പായിട്ടും അത്യാവശ്യം മാർക്ക് തരും. പക്ഷേ എക്സാം ഒക്കെ നിങ്ങൾ നല്ല അറ്റൻഡ് ചെയ്യുക. പിന്നെ എൻ്റെ എക്സാം ആയിട്ടില്ല, എന്നാലും നമ്മൾ ടെസ്റ്റ് പേപ്പറും റിവിഷനും ഒക്കെ ചെയ്യും. പിന്നെ മലയാളംകാർക്ക് നല്ല പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഇംഗ്ലീഷുകാർക്ക് വേറെ നോട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് എല്ലാം മലയാളത്തിലാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് എല്ലാം കിട്ടിയോന്ന് അറിയില്ല. അപ്പൊ മലയാളത്തിന്റെ നോട്ടിന്റെ ആവശ്യമില്ല, ടെക്സ്റ്റ് തന്നെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ട്രെയിൻഡ് ആവും. അപ്പൊ ഞാനെന്ന് വെച്ചാൽ ഞാൻ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ എന്ത് ചൂസ് ചെയ്താലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ചൂസ് ചെയ്യാൻ ഞാൻ എപ്പോഴും നോക്കും. ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ തിരക്കിയിട്ടാണ് ഞാൻ അയാദി ജോയിൻ ചെയ്തത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂ കിട്ടിയത് ഈ അയാദി എന്നുള്ള സ്കൂൾ. ഞാൻ കള്ളം പറയുമൊന്നുമല്ല, എനിക്കതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന അയാദിയിലല്ല എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ ലൈഫ്രീ എന്ന് പറഞ്ഞ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ അയാദിയുടെ ട്രെയിനിങ് ഇപ്പൊ ഞാൻ എൻ്റെ നാത്തൂൻ സെയിം മോണ്ടിസോറി കഴിഞ്ഞ ആളാണ്.
അപ്പം ഞാൻ എൻ്റെ പ്രൊജക്ട് വരുമ്പോൾ ഞാൻ ജസ്റ്റ് അവൾക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് എന്താണ് ഒന്നും കൂടി പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എന്നെ ഇതൊന്നും ചെയ്യിപ്പിച്ചിട്ടാ ഞങ്ങൾക്ക് ആകെപ്പാടെ 5 6 പ്രൊജക്റ്റേ ഉള്ളായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവരെ എല്ലാം ചെയ്യിപ്പിക്കുന്നില്ല. അപ്പൊ അവൾ എൻ്റെ അടുത്ത് ചിത്ത ഇത് ഏതിലാ ഇത്ത പഠിക്കുന്നേന്ന് ചോദിച്ചു. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ഇപ്പൊ ഞങ്ങൾ ട്രെയിനിങ്ങിൽ ഇത് ആവശ്യം വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയൊന്നും പഠിച്ചിട്ടില്ല ഇത്താന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഒരു സംഭവം വിടാതെ എല്ലാം നമ്മളെ പഠിപ്പിക്കുവാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും ഡൗട്ട്സും ഉറപ്പായിട്ടും വരും. പ്രൊജക്റ്റിനും വരും, ക്ലാസ്സിലും വരും. കാരണം നമ്മളൊക്കെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് ആദ്യമായിട്ടായിരിക്കും ചില ആളില്ലേ ഇതിൻ്റെ അകത്ത് വരുന്നത്, ഉറപ്പായിരിക്കും. അപ്പൊ അതെല്ലാം നിങ്ങൾ ചോദിക്കുക, അറിയുക. നിങ്ങളിപ്പം ചോദിച്ചാൽ എന്താ വിചാരിക്കും മിസ്? അങ്ങനെ ചോദിക്കാവോ? ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിക്കുവോ? ഇങ്ങനൊരു മടി നിങ്ങൾക്ക് ഇതിൽ പാടില്ല. ഇപ്പൊ ഞാൻ ക്ലാസ്സിലോട്ട് കയറിയപ്പോ ജസ്റ്റ് ആദ്യം ഞങ്ങൾക്ക് നോട്ട്സ് തരത്തില്ലായിരുന്നു. കാര്യം അങ്ങനെയല്ല, നമ്മൾ ചോദിച്ചില്ല. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയാം അത്യാവശ്യം, അതുകൊണ്ട് ഞാൻ ഇത് ചോദിച്ചില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ട് നോട്ട്സ് ഇല്ലാതെ. അപ്പം ചോദിക്കാൻ വയ്യ, എന്നാ ചോദിക്കാതെ അവർ തരുമോ? അപ്പം നമ്മൾ ചോദിക്കണം. ഓൾറെഡി പറഞ്ഞു മലയാളത്തിൽ എഴുതിയാലും മതി, നമുക്ക് എക്സാം മലയാളത്തിൽ ഫുൾ എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് മലയാളം സിമ്പിൾ ടെക്സ്റ്റ് ആണ് മലയാളം, അത് കണക്ക് പഠിച്ച് എഴുതിയാൽ മതി. പക്ഷെ ഞങ്ങൾ കുറച്ച് പേർക്ക് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറ്റത്തുള്ളൂ, ഞങ്ങൾക്ക് മലയാളത്തിൽ എഴുതാൻ, ഞങ്ങൾ മലയാളം മീഡിയം അല്ല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഫുള്ള് നോട്ട് തന്നു. സിമ്പിൾ നോട്ടാണ് എല്ലാം. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ച് നേടുക. നിങ്ങൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾക്ക് 3 സബ്ജക്റ്റ്, ഇപ്പൊ സ്റ്റാർട്ടിങ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് വരാനേ ചാൻസ് ഉള്ളൂ. ഏത് നിങ്ങളിപ്പോ ആരൊക്കെ ഇതിൻ്റെ തുടർന്ന് എനിക്ക് അവിടെ MTTC ATTC എല്ലാം ചിലപ്പോൾ എൻ്റെ അകത്ത് കാണും. ഞാൻ MTTC ആണ് എടുത്തത്. ഓക്കെ. അപ്പം നിങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, മടിച്ചിരിക്കുക. അതല്ല നിങ്ങളുടെ ഫ്രണ്ട് സുഹൃത്തിനോട് ചോദിക്കുക. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ മിസ്സുമാരടുത്ത് ചോദിക്കാതെ എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇത് മിസ്സുമാരടുത്ത് ചോദിക്കും. കാര്യം എനിക്കെല്ലാം ഒന്നും അറിയില്ല, ഞാനൊരു സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡിഗ്രി എടുക്കുന്നത്. ഞാൻ ടീച്ചർ ആണെങ്കിലും ഞാൻ ഈ ഡിഗ്രിയിൽ ആദ്യമായിട്ടാണ്, മനസ്സിലായോ? അപ്പൊ ഞാൻ അവരടുത്ത് തന്നെ പറയും, നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിച്ചാൽ എന്താണ് ഡയറക്റ്റ് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല, അവരൊന്നും വിചാരിക്കത്തില്ല. പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇപ്പം നമ്മുടെ മെന്ററിനെ കുറിച്ച് ഞാൻ പറയുവാണ്. ഇപ്പം നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുണ്ട്, ഇപ്പം നമുക്ക് പ്രസന്റേഷൻ വരും, പല പ്രൊജക്റ്റുകളും വരും. അപ്പൊ നേരത്തെ അറിയിച്ച് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുന്ന മെന്ററാണ് താഹിറ മാം. എന്താണ് മാം? നമുക്ക് കുറച്ച് ടൈം ലിമിറ്റ് ഉണ്ട്. പിന്നെ നിങ്ങളെ ഈ ഒരു സ്പീച്ച് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം തന്നെയാണ് നമ്മൾ ആഗ്രഹം. പക്ഷെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് വേണ്ടി പറയാണ്. എന്തായാലും ജാസ്മിൻ ഇപ്പൊ നമ്മളെ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് ആണ്. ഓക്കെ. എനിവേ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്, കം ടു അവർ ന്യൂ ക്ലാസ്. ഒരു കാര്യം ഞാൻ പറയാം, നല്ല വർക്ക് ചെയ്യുക. പഠിക്കാൻ പല രീതിയിൽ കഴിവുള്ളവർ കാണും. അത്യാവശ്യം വർക്ക് ചെയ്താൽ എഴുതിയെടുക്കാവുന്ന എക്സാമ്പിൾ, അതിനുവേണ്ടി പാടുള്ളതൊന്നും ഇതിൻ്റെ അകത്തില്ല. ആദ്യം ഒരു പാട് പോലെ തോന്നുമെങ്കിലും ഇത് സിമ്പിളാണ്. ഓക്കെ. എനിക്കിപ്പോൾ ഇത് സിമ്പിളാണ്. ഓക്കെ. പിന്നെ സാഹചര്യങ്ങളൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ലാസ്റ്റ് റെക്കോർഡ് കേട്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. താങ്ക് യു ഓൾ. ജാസ്മിൻ അവരുടെ എക്സ്പീരിയൻസ് ആണ് ഇവർ ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ജൂൺ സ്റ്റുഡന്റ് ആണ്. ഇപ്പം അതുപോലെ നിങ്ങൾ വരുന്നുണ്ട് ഓഫ്ലൈൻ ട്രെയിനിങ് ഒക്കെ. ക്ലാസ്സുകൾ ഡിസംബർ 22-നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മാമിന്റെ ക്ലാസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഷഹാന മാമിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു മിസ്സേ. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല മോട്ടിവേഷൻ. ഓക്കെ. പോകുന്നേ ഉള്ളൂ മിസ്സിനെ. മാം ഇനി എന്തെങ്കിലും പറയാനോ ഷഹാന മാം? പകുതി ആയതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ചോദിക്കാം. ഓക്കെ. എൻ്റെ നമ്പർ വേണമെങ്കിൽ ഷഹാന മാം തരും. അപ്പൊ പകുതി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞോണ്ട് അതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും വരുന്നത്. അപ്പൊ എന്ത് ഉണ്ടെങ്കിലും എന്നോടും ചോദിക്കാം. ഓക്കെ. ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ നമുക്ക് ചെയ്യാം, സമയമായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഗ്രൂപ്പിൽ കേട്ടോ, നമ്മൾ TTC ഗ്രൂപ്പിൽ അറിയിക്കുക. അതുപോലെ ഡിസംബറിലാണ് നമ്മളെ സിലബസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മുന്നായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിലോ ആരെങ്കിലും ഈ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കോഴ്സിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുക, അഡ്മിഷൻ എടുപ്പിക്കുക. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് മൺഡേ നെക്സ്റ്റ് സെഷൻ വരുന്നതിലും എല്ലാവരും ജോയിൻ. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ്. താങ്ക് യു ഓൾ. വെൽക്കം. താങ്ക് യു മിസ്. താങ്ക് യു.